തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ട്രെൻഡ് എന്നുള്ള നിലയ്ക്ക് ഡീൽ ആരോപണങ്ങൾ നമ്മൾ എല്ലാ കാലത്തും കണ്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പറവൂരിലെ UDF സ്ഥാനാർത്ഥി, അദ്ദേഹം തന്നെ പറയുകയാണ് 10 മണ്ഡലങ്ങളിൽ CPM BJP ഡീലുണ്ട് എന്നുള്ള കാര്യം. അതിൽ തന്നെ ഇന്ന് ചില കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്തിക്കൊണ്ട് ആ മണ്ഡലങ്ങളുടെ പേര്, അതിൽ കോന്നി, റാന്നി, പാലക്കാട്, മഞ്ചേശ്വരം തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ തന്നെയും വരികയാണ്. ഇത് NDA കൃത്യമായി വിജയിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനൊരു ഡീൽ അവർ തുടങ്ങി വച്ചിട്ടുള്ളത്? അതുകൊണ്ടാണോ ഏറ്റുമാനൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ 2020 സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും BJP നടത്തിയിട്ടുള്ളത്? ഇപ്പോൾ അത് വളരെ സ്പഷ്ടമാണ്. ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ NDA ഇട്ടുകൊടുക്കുക ചില സ്ഥലങ്ങൾ. ആ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവരിട്ട് കൊടുക്കുന്ന എന്തിന് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവർക്ക് കുറേ സീറ്റുകൾ കിട്ടണം. അത് കിട്ടുന്നതിന് വേണ്ടി ആരുമായിട്ടാണ് ധാരണ? LDFുമായിട്ടുള്ള ധാരണയാണ്. ആ LDFുമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനം അപ്പോൾ LDF BJP രഹസ്യ ബാന്ധവം കൃത്യമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായി അതിനകത്ത് പറഞ്ഞതിന് ഒരു തെറ്റുമില്ല. പക്ഷേ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറയുന്നത് കൊലീബി സഖ്യം, പണ്ട് 91-ലെ കൊലീബി സഖ്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. 2016-ൽ നേമത്ത് വിജയിച്ചത് ആരാണെന്നറിയില്ലേ? നേമത്തെ അക്കൗണ്ട് CPM പൂട്ടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഈ രഹസ്യ ബാന്ധവവും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ മുഖ്യമന്ത്രിയോടും LDF കൺവീനറോടും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോടും മുൻ കൺവീനർമാരോടും ഒക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായൊരു മറുപടി പറയാൻ എന്താണ് ഒരു വൈമനസ്യം എന്നുള്ളതാണ്. അല്ല, ഞങ്ങൾക്കൊരു മറുപടി പറയുന്നതിന് യാതൊരു വൈമനസ്യവും ഇല്ല. മുഖ്യമന്ത്രി ഇതെല്ലാം അതിനനുസരിച്ച് ഓരോ ഇടങ്ങളിലും അതിനുള്ള അവസരമൊക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അദ്ദേഹം അതിനെ ഓരോ പ്രദേശത്തും ആളുകളെ നിർത്തിയതിനെ അത് ഇന്ന സഖ്യമാണ് അല്ലെങ്കിൽ ഇന്ന തരത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു പോവുകയാണ്. ഇതുകൊണ്ടൊന്നും LDF ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടെ കേരളത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് LDFും BJPയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള രഹസ്യ ബാന്ധവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലയിടങ്ങളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ആളുകളെ നിർത്തിയിരിക്കും. ഈ സ്വതന്ത്രരെ പിന്തുണയ്ക്കണമെന്ന് മുന്നണി നേരത്തെ എടുത്ത നിലപാടാണോ? കാരണം ഒറ്റപ്പാലത്തെ PK ശശിയാണ് മത്സരിക്കുന്നത്, തളിപ്പറമ്പിൽ TK ഗോവിന്ദനാണ്, പയ്യന്നൂരിലേക്ക് വന്നാൽ അവിടെ V കുഞ്ഞികൃഷ്ണനാണ്, അമ്പലപ്പുഴയിൽ G സുധാകരൻ, CPMൻ്റെ മുതിർന്ന നേതാവ്, CPM വിട്ടു അദ്ദേഹം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ സ്വതന്ത്രരെ നേരിട്ട് പിന്തുണയ്ക്കണം എന്നുള്ളൊരു നിലപാട് മുന്നണി നേരത്തെ തന്നെ സ്വീകരിച്ചു എന്നുള്ളതാണോ മനസ്സിലാക്കുന്നത്? അല്ല, സ്വതന്ത്രരെ ഞങ്ങൾ പിന്തുണ കൊടുക്കാനുള്ളൊരു പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ മണ്ഡലങ്ങളിൽ UDF നേരിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല? UDF ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്താൻ ഇരുന്നപ്പോഴാണ് ഇവരുടെ അഭിപ്രായ ഭിന്നതകൾ. ആ അഭിപ്രായ ഭിന്നതകൾ ഓരോ സ്ഥാനാർത്ഥിയെക്കുറിച്ചും ഓരോ ഇടത്തും ഉണ്ടായി. ഇപ്പോൾ അമ്പലപ്പുഴ, ഉദാഹരണത്തിന് അമ്പലപ്പുഴയിൽ ശ്രീ G സുധാകരൻ സ്ഥാനാർത്ഥിയായി സ്വതന്ത്രനായി മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങളും കരുതി അദ്ദേഹം നിൽക്കട്ടെ എന്ന് തന്നെ കരുതി. എന്ന് പറഞ്ഞതുപോലെ ആണ് പലയിടത്തും സ്ഥാനാർത്ഥികൾ വന്നിട്ടുള്ളത്. അപ്പോൾ സ്ഥാനാർത്ഥികൾ അങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാലയെ കൂട്ടിയെടുത്ത തീരുമാനങ്ങളൊന്നുമല്ല. G സുധാകരൻ CPMൻ്റെ മുതിർന്ന നേതാവാണ്. 63 വർഷ കാലയളവിൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം 1970-ൽ അന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായി തുടങ്ങിയതാണ്, വിദ്യാർത്ഥി യുവജന സംഘടനയുടെ. പിന്നീട് DYFIയിൽ പ്രവർത്തിക്കുന്നു, DYFIയുടെ ജില്ലാ സംസ്ഥാന ചുമതലകൾ. പിന്നീട് അദ്ദേഹം MLA ആകുന്നു, ഒന്നാം പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അങ്ങനെ പാർട്ടിയിൽ വളരെ കീ ഹോളായിട്ടുള്ള നിർണായകമായിട്ടുള്ള എല്ലാ പോസ്റ്റുകളിലും ഇരുന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് CPM വിട്ട് UDFിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തെ വർഗവഞ്ചകനെന്നാണ് മുഖ്യമന്ത്രി വിളിച്ചത്. G സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ അധപ്പതിക്കാമോ? അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ഒരു താഴ്ന്നൊരു പ്രതികരണം നടത്താമോ? അദ്ദേഹം ഇരിക്കുന്ന പദവിയുടെ ഒരു ബഹുമാനമെങ്കിലും കാണിക്കണ്ടേ എന്നുള്ളത് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യമാണ്. എന്താണ് അങ്ങയുടെ പ്രതികരണം? സുധാകരനെ കുറിച്ച് ചെറ്റത്തരം കാണിച്ചു. ചെറ്റക്കുടിലിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരാളിനെ കുറിച്ച്, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, സുധാകരൻ എന്നുള്ളതല്ല, ആരും ആയിക്കോട്ടെ, എല്ലാവരും എല്ലാ അർത്ഥത്തിലും
ജീവിത സാഹചര്യങ്ങളുള്ളവർ മാത്രമല്ലല്ലോ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. അല്ലാതുള്ള എത്രയോ ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരും. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായാലും കോൺഗ്രസ് പ്രസ്ഥാനമായാലും എല്ലാ ഇടങ്ങളിലും അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ചിത്രീകരണം ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനൊക്കെ ജനങ്ങൾ മറുപടി കൊടുക്കും, അതേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. BJPയുടെ ഒരു വോട്ട് വളർച്ച കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും BJP ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും അവരുടെ സ്റ്റാൻഡ് കൃത്യമായി പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BJP ഒരു വലിയ വെല്ലുവിളിയായി കോൺഗ്രസിന് മാറുന്നൊരു സാഹചര്യം നിലവിലുണ്ടോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ളത് ഞങ്ങൾ കാണുന്നത് എപ്പോഴും UDFും LDFും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടക്കാറുള്ളത്. BJP ചിത്രത്തിലേക്കേ ഇല്ല. BJP യഥാർത്ഥത്തിൽ ചിത്രത്തിൽ ഇല്ല. പക്ഷേ BJPയുടെ B ടീമായി കോൺഗ്രസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. അത് LDFിൻ്റെ B ടീമായി BJP പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈ കഴിഞ്ഞ ഇപ്പോൾ രണ്ടാം പിണറായി മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള കാരണം LDFിന് വേണ്ടി BJPയുടെ നേതൃത്വത്തിലുള്ള വോട്ട് കച്ചവടമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഓരോ സ്ഥലത്തെക്കുറിച്ചും എടുത്ത് ഓരോന്നോരോന്നായി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നേരത്തെ മത്സരിച്ചപ്പോൾ 10,000 വോട്ട് അല്ലെങ്കിൽ 20,000 30,000 വോട്ട് കിട്ടിയ സ്ഥലത്ത് ആ വോട്ട് നേരെ തിരിച്ച് ഈ രണ്ടാം പിണറായി മന്ത്രിസഭ വരുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ്, അതായത് 2021 തെരഞ്ഞെടുപ്പിൽ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വ്യക്തമാണ്. ഇന്ന സ്ഥലത്ത് ഇത് കൂട്ടുകച്ചവടം നടന്നിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ പലയിടങ്ങളിലും അത് സാധൂകരിക്കുന്ന വിധത്തിലുള്ള ഒരു ഡീൽ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് എന്നുള്ളതാണല്ലേ മനസ്സിലാക്കുന്നത്. അത് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിശകലനം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആ വിശകലനം ചെയ്യുന്ന കാര്യം എന്നുള്ള നിലയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു ദുർബല സ്ഥാനാർത്ഥികളൊക്കെ ചില മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലും ഇപ്പോൾ ഞങ്ങളുടെ തന്നെ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച ചില ആളുകൾ, അപ്പോൾ അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് ആ സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഓടിച്ചിട്ട് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയാകുന്നു. അല്ലെ 2020 സാബു എം ജേക്കബിന്റെ എറണാകുളത്തെ കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രവർത്തനം. 2020യുടെ സ്ഥാനാർത്ഥിയാകുന്നു. ഇങ്ങനെ കേരളത്തിൽ ഉടനീളം എടുത്ത് പരിശോധിച്ചാൽ എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സാമ്പത്തിക സ്രോതസ്സ് അല്ലെങ്കിൽ സമ്പത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ ആ സമ്പത്തിനകത്ത് അടിമപ്പെട്ടു പോകുന്നു. അതാണ് എൻ്റെ യാഥാർത്ഥ്യം, സത്യാവസ്ഥ അതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.